എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മുളക് ബജ്ജിയാണ്. ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുളക് ബജ്ജിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസവുമുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് എപ്പോഴും നല്ലത് ഈ റെസിപ്പിക്ക്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോസ് ഒരു 4 വിസിൽ വരെ വേവിച്ചതാണ് കുക്കറിൽ. നല്ലോണം മാഷ് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. ഈ ചട്നി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനൊരു മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കുകയാണ്. അത് ഞാൻ പ്രത്യേകം കാണിച്ചിട്ടില്ല, എന്നാലും ഞാൻ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതും നമ്മുടെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് അത്യാവശ്യം വലിയ മുളകാണ്, അത് 2ആയിട്ട് ഹാഫാക്കി വെച്ചേക്കാണ്. ഇവിടെ ഞാൻ കടലപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബാറ്റർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പിയാണ്. ഞാനിത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബേസൻ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ബേസൻ ഫ്ലോറിന് 1 വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം മുളക് എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് കായും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. കുറച്ച് ടെർമറിക്കും ആഡ് ചെയ്ത് കൊടുക്കുക. എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ അജ്വൈൻ ആഡ് ചെയ്ത് കൊടുക്കാം. അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ അജ്വൈൻ ഉണ്ടായില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക്, ജീരകം, ജിഞ്ചർ ഗാർലിക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോയിൽ വെക്കാൻ മറക്കരുത്. ഞാനിവിടെ കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഒണിയനൊക്കെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞാൽ ഒണിയനൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവറാണ്. ഈ മസാലകൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. മുളകിൻ്റെ എരിവ് അനുസരിച്ചാണ് മസാല നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു, കാരണം ഞങ്ങളുടെ മുളക് അത്യാവശ്യം സ്പൈസി ആയിരുന്നു, ഫില്ലിങ്ങും സ്പൈസി ആയിരുന്നു. മല്ലിയില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മല്ലിയിലൊക്കെ ഇടുമ്പോൾ നല്ല ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. ഇനി പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പും നമ്മൾ ശ്രദ്ധിക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത്യാവശ്യം സോഫ്റ്റ് ആവണം ഈ പൊട്ടറ്റോ ഫില്ലിംഗ്. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് മുളക് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വലിയ മുളകാണെന്ന്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഭാഗവും നമ്മൾ എടുക്കുകയാണ്. ഇതിലേക്കാണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് ഒക്കെ നമ്മളൊന്ന് മാറ്റിക്കളയാണ്. എന്നിട്ട് ഈ പൊട്ടറ്റോ ഫില്ലിങ്ങും ചീസിൻ്റെ ഫില്ലിങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൊസറോള ചീസ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇത് മൊസറോള ചീസാണ്, ഗ്രേറ്റ് ചെയ്ത ചീസാണ് എപ്പോഴും നല്ലത്. ചീസിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മൊസറോള ചീസ് ഗ്രേറ്റ് ചെയ്താണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അളവ് കുറച്ച് വെച്ച് കൊടുക്കാം.
നമ്മളെല്ലാ മുളകിലേക്കും ഈ ഫില്ലിങ് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ ബാറ്റർ കണ്ടില്ലേ, അതിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓരോ മുളകും ഈ ബാറ്ററിൽ നല്ലോണം ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം വളരെ ലെങ്ത് കൂടിയ മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ അതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ. പിന്നെ ആ ചട്നി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്ന അളവിലെല്ലാം എടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ ചട്നിക്കൊക്കെ, ദോശയുടെ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ. ഞാൻ പ്രത്യേകം ഇവിടെ എടുത്ത് കാണിക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസിലൊന്ന് കൊടുത്തു എന്ന് മാത്രം. ബ്രൗൺ ആവുന്ന വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറൊരു മുളക് ബജിയുടെ റെസിപ്പിയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് ഞാൻ ഇത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ടേ അപ്ലോഡ് ചെയ്യുള്ളൂ. ഈ മുളക് ബജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ മുളക് ബജിയൊക്കെ. വീട്ടിൽ എനിക്ക് തോന്നുന്നത് കൂടുതലും ഞങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക, നമ്മുടെ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെയാണ് ഉണ്ടാക്കാറ്. മുളക് ബജി വളരെ ചുരുക്കമാണ് ഉണ്ടാക്കാറ്. എന്നാലും എൻ്റെ ഫേവറേറ്റ് മുളക് ബജി കേട്ടോ. ഞാനിവിടെ എൻ്റെ വീട്ടിലിപ്പോൾ മുളക് ബജിയൊക്കെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫില്ലിങ് ഇല്ലാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ആ ചട്നി ഞാൻ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസിൽ എല്ലാ അളവും കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ടൊമാറ്റോ സോസ് ഞാൻ മോൾക്കാണ് വെച്ചത്. അവൾ കുറച്ചൊക്കെ കഴിച്ചു, എന്നാലും അവൾക്ക് ഇത്തിരി സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.